റിപ്പോർട്ടെന്ന കുടം തുറന്നുവിട്ട ഭൂതം മലയാള സിനിമയിൽ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞു വീശുകയാണ്. ആദ്യം പ്രതിരോധിച്ച് പിടിച്ചു നിന്നവരെല്ലാം ഒന്നൊന്നായി കടപുഴകുന്നു. അമ്മയിലെ വൻമരങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി നിലംപൊത്തുന്നു. സംവിധായകൻ രഞ്ജിത്ത്, നടൻ സിദ്ദിഖ് എന്നിങ്ങനെ രണ്ട് അതികായന്മാരുടെ പതനത്തിൽ നിന്നാണ് തുടക്കം. സംസ്ഥാനം ഭരിക്കുന്ന ഭരണകക്ഷിയിലെ MLA-യും മന്ത്രിയും മുതൽ സൂപ്പർ താരങ്ങൾക്കും സംവിധായക പ്രമുഖർക്കും നിർമ്മാതാക്കൾക്കും എല്ലാം എതിരെ പേര് വെളിപ്പെടുത്തിയും അല്ലാതെയുമായുള്ള പരാതികൾ വന്നു കഴിഞ്ഞു. വിമൻ ഇൻ സിനിമ കളക്റ്റീവ് അഥവാ WCC തുടങ്ങി വെച്ച പോരാട്ടമാണ് ഇപ്പോൾ ലക്ഷ്യത്തോട് അടുക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയ ഒരുപോലെ പറയുന്നത്. ഹേമ കമ്മിറ്റി രൂപീകരണത്തിലും അന്തിമമായ റിപ്പോർട്ടിലും ഈ സിനിമാ കൂട്ടായ്മയുടെ പോരാട്ടത്തിന് വലിയൊരു പങ്കുണ്ട്. എന്നാൽ സംഘടനയുടെ രൂപീകരണം തന്നെ യാഥാർത്ഥ്യമാക്കിയ വലിയൊരു പോരാട്ടത്തെ ഇപ്പോൾ മറന്നുപോകരുതെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇതേ WCC സ്ഥാപക നേതാക്കൾ. 2017 ധൈര്യമായി എണീച്ചു നിന്ന് പോരാടാൻ തുനിഞ്ഞിറങ്ങിയ ഒരൊറ്റയാളുടെ പോരാട്ട വീര്യമാണ് ഇതിനെല്ലാം തുടക്കമിട്ടതെന്നാണ് ഒരേ ശബ്ദത്തിൽ ഇപ്പോൾ നടിമാരെല്ലാം ഉണർത്തുന്നത്. പോരാടാൻ ഒരു പെണ്ണ് കാണിച്ച ചങ്കൂറ്റമാണ് ഇതിനെല്ലാം തുടക്കമിട്ടത്. അക്കാര്യം മറക്കാതിരിക്കാം. പാർവതി തിരുവോത്ത്, ഗീതു മോഹൻദാസ്, മഞ്ജു വാര്യർ എന്നിവർ ഉൾപ്പെടെ WCC സ്ഥാപക നേതാക്കളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പാണിത്. ഇറ്റാലിയൻ തത്വചിന്തകൻ അന്റോണിയോ ഗ്രാംഷിയുടെ വാക്കുകൾ കടമെടുത്താണ് രമ്യ നമ്പീശൻ പ്രതികരിച്ചത്. ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ഈ ലോകം ഇവിടെ ജനിച്ച എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. ആത്മാഭിമാനത്തോടെ ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം ആരുടെയും ഔദാര്യമല്ലെന്നും നമ്മുടെ ഓരോരുത്തരുടെയും അവകാശമാണെന്നും സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്ന എൻ്റെ പ്രിയ സുഹൃത്തിൽ നിന്നാണ് ഇതിന്റെ തുടക്കം. നടൻ ദിലീപ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ അതിജീവിത നടത്തിയ ഒറ്റയാൾ പോരാട്ടത്തെ കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഇതേ കാര്യം മാധ്യമപ്രവർത്തക ധന്യ രാജേന്ദ്രൻ അതിജീവിതയോട് തന്നെ പങ്കുവച്ചു. അന്ന് പോലീസിനെ കാണാൻ താങ്കൾ കാണിച്ച ധീരതയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിലേക്കെല്ലാം നയിച്ചതെന്ന്. എനിക്ക് മുമ്പേ ആരെങ്കിലും ഒന്ന് ശബ്ദിച്ചിരുന്നെങ്കിൽ അന്ന് എനിക്കത് നേരിടേണ്ടി വരില്ലെന്നായിരുന്നു നടിയുടെ പ്രതികരണം. പീഡനത്തിനും ക്രൂരതകൾക്കും ഇരയാകുന്ന ഏതു പെണ്ണിന്റെയും മനുഷ്യന്റെയും അതേ ആത്മകഥം. 2017 ഫെബ്രുവരി 17 തൃശ്ശൂരിൽ നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ ഒരു നടി നടു റോഡിൽ വാഹനത്തിൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട സംഭവം രാജ്യത്തെ തന്നെ ഞെട്ടിച്ചു. പാതിരാത്രി മണിക്കൂറുകളോളം നടിയുമായി നഗരത്തിലൂടെ കറങ്ങുകയും ക്രൂരമായി പീഡിപ്പിച്ച ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. പൾസർ സുനി എന്നയാളുടെ നേതൃത്വത്തിലുള്ള ക്രിമിനൽ കൊട്ടേഷൻ സംഘമായിരുന്നു അക്രമത്തിന് പിന്നിൽ. പാതയോരത്ത് ഉപേക്ഷിക്കപ്പെട്ട നടി നഗരത്തിലുള്ള സംവിധായകൻ ലാലിന്റെ വീട്ടിൽ അഭയം തേടി. അധികം വൈകാതെ അന്തരിച്ച കോൺഗ്രസ് നേതാവും സ്ഥലം MLA-യുമായിരുന്ന PT തോമസ് സ്ഥലത്തെത്തി നടിയുമായി സംസാരിച്ചു. നടന്നതെല്ലാം തുറന്നു പറയുകയും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അതിക്രൂരമായ പീഡനത്തിന്റെ ഞെട്ടലിൽ തളരാതെ അന്ന് നടി തുടങ്ങിവെച്ച നിയമ പോരാട്ടം മലയാള സിനിമയെ പിടിച്ചുകുലുക്കി. മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളും സ്വാധീനവും അധികാരവും പണവും കൊണ്ട് കരുത്തനുമായ ദിലീപിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങളെത്തി. നടി കൊളുത്തുവെച്ച തീയിൽ നിന്ന് ഊർജം കൊണ്ടാണ് മലയാളത്തിലെ യുവനിര നടിമാർ WCCക്ക് രൂപം നൽകുന്നത്. ഇതൊരു തലമുറയുടെ പോരാട്ടമായി കണ്ട് അവർ നടിക്കൊപ്പം ഉറച്ചു നിന്നു. സിനിമയിലെ അതികായന്മാരെ ഭയക്കാതെ പോരാട്ടവുമായി സമൂഹത്തിന് മുന്നിലേക്ക് ഇറങ്ങി. ഒടുവിൽ ശക്തമായ സാമൂഹിക സമ്മർദ്ദത്തിന് ഫലം കണ്ടു. 2017 കേരള ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ പിണറായി വിജയൻ സർക്കാർ ഒരു സമിതി ഉണ്ടാക്കി. ഇരകളെ നേരിൽ കണ്ടും മൊഴിയെടുത്തും സാക്ഷികളുമായി സംസാരിച്ചും വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ 2019 ഡിസംബറിലാണ് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത്. റിപ്പോർട്ട് മലയാള സിനിമയിൽ വൻ കോളിളക്കം സൃഷ്ടിക്കാൻ പോകുന്നു എന്ന തരത്തിൽ ചർച്ചകൾ അന്ന് തന്നെ തലപൊക്കി. ഇതോടെ താരപ്രമുഖരുടെ ഇടപെടലും ഉണ്ടായി. നിരന്തര പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും വർഷങ്ങളോളം റിപ്പോർട്ട് പുറം ലോകം കണ്ടില്ല. എന്നാൽ സാമൂഹിക പ്രവർത്തകരുടെയും മാധ്യമങ്ങളുടെയും ഇടപെടലിൽ വിവരാവകാശ കമ്മീഷണറുടെയും ഹൈക്കോടതിയുടെയും ഉറച്ച നിലപാടിൽ 2024 ഓഗസ്റ്റ് 19 ഉച്ചയ്ക്ക് 2:30 സാംസ്കാരിക വകുപ്പ് റിപ്പോർട്ട് പുറത്തുവിട്ടു. പരാതിക്കാരുടെയും കുറ്റാരോപിതരുടെയും പേര് വിവരങ്ങളും സൂചനകളും എല്ലാം പൂർണ്ണമായും ഒഴിവാക്കി പുറത്തുവിട്ട റിപ്പോർട്ട് പക്ഷേ വലിയൊരു ഉരുൾപൊട്ടലായി മലയാള സിനിമയെ പിടിച്ചുകുലുക്കിയിരിക്കുകയാണിപ്പോൾ. ബംഗാളി നടി, സംവിധായകനും കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിനെതിരെ പരസ്യമായ വെളിപ്പെടുത്തലുമായി ആദ്യം രംഗത്തെത്തി. പിന്നാലെ നടനും അമ്മ ജനറൽ സെക്രട്ടറിയുമായ സിദ്ദിഖിനെതിരെയും ഗുരുതര ആരോപണങ്ങൾ ഉയർന്നു. അസാധാരണമായി ഇരകൾ മുഖം കാണിച്ച പരസ്യമായ മാധ്യമങ്ങൾക്ക് മുന്നിൽ മൊഴിയിൽ ഉറച്ചു നിന്നപ്പോൾ ആദ്യം സിദ്ദിഖിനും പിന്നാലെ രഞ്ജിത്തിനും രാജിവെച്ചിറങ്ങേണ്ടി വന്നു. ഇപ്പോൾ നടന്മാരായ ജയസൂര്യ, ഇടവേള ബാബു,
മുകേഷ്, റിയാസ് ഖാൻ, മാമുക്കോയ, മണിയൻ പിള്ള രാജു, അലൻസിയർ ഉൾപ്പെടെയുള്ള വലിയൊരു താരനിരക്കെതിരെയും ആരോപണ പരമ്പരകൾ പുറത്തു വരികയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറ്റാരോപിതരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ട് കേസ് നടപടികൾ ആരംഭിക്കാനുള്ള നിയമ പോരാട്ടം ഒരു വശത്ത് കോടതിയിൽ പുരോഗമിക്കുന്നുണ്ട്. മഹാനടന്മാർ മഹാമൗനം തുടരുമ്പോഴും സിനിമയിലെ കരുത്തന്മാർ നിശബ്ദതയിൽ അഭയം തേടുമ്പോഴും അതിജീവിത കത്തിച്ചുവിട്ട പോരാട്ടം പുതിയ തലങ്ങളിലേക്ക് പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇനി ആരൊക്കെ ഏതൊക്കെ കൊമ്പന്മാർ വീഴും? മലയാള സിനിമയിൽ പുതുയുഗ പുലരി ഉണ്ടാകുമോ? ലിംഗനീതിയുടെയും തുല്യതയുടെയും സമത്വത്തിന്റെയും നല്ല നാളുകൾ വരുമോ? കാലം മറുപടി പറയും.